ജമാഅത്തെ ഇസ്ലാമിയെ പറ്റി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ നിലപാട് തന്നെയാണോ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനുള്ളതെന്ന് വ്യക്തമാക്കണമെന്ന് ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ് ആവശ്യപ്പെട്ടു. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഇരു മുന്നണികളും രാഷ്ട്രീയ പോരാട്ടം അവസാനിപ്പിച്ച് മതപരമായ പോരാട്ടം നടത്തുന്നതായും നിലമ്പൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ എം.ടി. രമേശ് ആരോപിച്ചു. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമ്മാട്. നിലമ്പൂരിൽ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ LDFും UDFും തയ്യാറാവുന്നില്ല. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി മതരാഷ്ട്രീയമാണ് ഇരുകൂട്ടരും ചർച്ച ചെയ്യുന്നതെന്ന് എം.ടി. രമേശ് പറഞ്ഞു. നിലമ്പൂരിന്റെ ജനപ്രതിനിധി സ്ഥാനം രാജിവെക്കുമ്പോൾ ഉയർത്തിയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ PV അൻവർ പോലും തയ്യാറല്ല എന്നതാണ് വിചിത്രം. അൻവർ പിണറായി സർക്കാരിനെതിരെ ഉയർത്തിയ മലപ്പുറത്തെ സ്വർണ്ണക്കടത്ത് വിഷയം ഉന്നയിക്കുവാൻ UDF എന്തുകൊണ്ട് തയ്യാറാവുന്നില്ലെന്നും ജമാഅത്തെ ഇസ്ലാമിയെപ്പറ്റി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ നിലപാട് തന്നെയാണോ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് ഉള്ളതെന്ന് വ്യക്തമാക്കണമെന്നും രമേശ് പറഞ്ഞു. ഇരു മുന്നണികളും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് സ്വീകരിച്ചിരിക്കുന്നത് ജനവിരുദ്ധ സമീപനമാണെന്നും അത് അങ്ങേയറ്റം അപകടകരമാണെന്നും എം.ടി. രമേശ് കുറ്റപ്പെടുത്തി. PV അൻവർ എന്ന MLA സ്ഥാനം രാജിവെക്കും മുമ്പ് സംസ്ഥാന ഭരണകൂടത്തിനെതിരായി ഉയർത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതായിരുന്നു. എന്റെ ഈ തെരഞ്ഞെടുപ്പിൽ ആ വിഷയം ചർച്ച ചെയ്യാൻ, ആ വിഷയം ഏറ്റെടുക്കാൻ UDF തയ്യാറാകാത്തത് മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രശ്നമാക്കിയിട്ടാണല്ലോ അന്ന് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണക്കള്ളക്കടത്ത് പോലീസും കസ്റ്റംസിലെ ചില ഉദ്യോഗസ്ഥന്മാരും ചേർന്നുകൊണ്ട് CPMന്റെ രാഷ്ട്രീയ സ്വാധീനം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം അന്ന് PV അൻവർ ഉന്നയിച്ചിരുന്നു. അത് CPMന് മാത്രമല്ല, ഈ ജില്ലയിലെ ചില മുസ്ലിം ലീഗ് നേതാക്കന്മാർക്കും ഈ സ്വർണ്ണക്കള്ളക്കടത്തിൽ പങ്കുണ്ട് എന്ന് ഭംഗ്യന്തരേണ PV അൻവർ അന്ന് സൂചിപ്പിച്ചതാണ്. എന്തുകൊണ്ടാണ് അതിനുശേഷം നടക്കുന്ന ഒരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത്? LDF ആ വിഷയം സൗകര്യപൂർവ്വം മറന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം അന്ന് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും എതിരായി ഉയർന്നു വന്നിട്ടുള്ള ആരോപണമായിരുന്നു. പക്ഷേ ആരോപണം എന്തുകൊണ്ടാണ് UDF ഏറ്റെടുക്കാത്തത്? രാജ്യവിരുദ്ധ ശക്തികളുമായി, ദേശവിരുദ്ധ ശക്തികളുമായി, മതമൗലികവാദ ശക്തികളുമായി, മതാധിഷ്ഠിത ഭരണം കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുന്ന ശക്തികളുമായി കൈകോർത്ത് പിടിക്കുമ്പോൾ അതിൽ LDFും UDFും സ്വീകരിക്കുന്ന സമീപനം ഈ രാജ്യത്തിനെതിരായിട്ടുള്ള സമീപനമാണ്. സത്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിയും PDPയും സ്വീകരിക്കുന്ന രാജ്യദ്രോഹ നിലപാടിനേക്കാൾ വലിയ രാജ്യദ്രോഹമാണ് UDFും LDFും സ്വീകരിക്കുന്നത്. അവരെ വളർത്താനും സഹായിക്കാനുമുള്ള നിലപാടാണ് ഇത്. നിലമ്പൂരിലെ കേരളത്തിലെയും ജനങ്ങൾ തിരിച്ചറിയും. തെരഞ്ഞെടുപ്പ് ഒരു നിലമ്പൂർ കൊണ്ട് അവസാനിക്കുന്നതെന്ന് മുന്നിൽ ഈ UDFും LDFും സ്വീകരിക്കുന്ന ഈ മതാത്മകമായിട്ടുള്ള നിലപാട് കേരളത്തിലുടനീളം ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ജമാഅത്തെ ഇസ്ലാമിയുമായി കൈകോർത്ത് പിടിക്കുന്ന വി.ഡി. സതീശന്റെ UDFിന്റെ നിലപാട് അവർ മറുപടി പറയേണ്ടി വരിക കേരളത്തിൽ മാത്രമായിരിക്കില്ല, ഈ രാജ്യം മുഴുവനും കോൺഗ്രസ് അതിന് മറുപടി പറയേണ്ടതായിട്ട് വരും. വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകിട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ. എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ 10% കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും 18 ക്യാരറ്റ് ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ. മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും 3000 രൂപ മുതൽ. കൂടാതെ പണിക്കൂലി 2.9% മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമ്മാട്.